എൻ്റെ പേര് റീന ജൻസൺ. സ്ഥലം ഞങ്ങളുടെ പുലിപ്പാറകുന്ന്, കല്ലേറ്റിങ്ങര പുള്ളിയന്നയുടെ വക. എനിക്ക് 3 മക്കളുണ്ട്, 3 ആൺകുട്ടികളാണ്. എൻ്റെ രണ്ടാമത്തെ മോൻ ജുവലിന്. അവന് 7 വയസ്സ് ഉണ്ടായിരുന്നപ്പോഴാണ് തൊണ്ടയിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൻ ചെറുപ്പത്തിലേ തുടങ്ങി എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവൻ ഒത്തിരി തിന്നുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞ് അതിൻ്റെ ഇറക്കുമ്പോൾ അതിങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിഷമത്തോടെ ഇറക്കുക. അപ്പം ഞാൻ പലപ്പോഴും പറയും, ഈ കിടാവ് എന്താ അങ്ങനെ ചെയ്യുന്നത്, നീ എന്തിട്ടാണ് അത് സൂത്രം അമ്മ, അത് ചോറിനാണ്ട് കളിക്കാൻ പോകാനാ, അവന് ചോറിനാണ്ട് കളിക്കാൻ പോകാനാ, അത് അവൻ്റെ സൂത്രമാണ്. വെള്ളം കുടിച്ചാലും അങ്ങനെ തന്നെ. ഒരു ഇത്തിരി ചോറ് മുഴുകി അവൻ 2 ഗ്ലാസ് വെള്ളം എങ്ങനെയെങ്കിലും അങ്ങോട്ട് കണ്ണങ്ങോട്ട് അടച്ചു പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കുള്ളൂ അവൻ. അപ്പോൾ പിന്നെ വേണ്ട എനിക്ക് മതി എന്ന് പറഞ്ഞുള്ള കരച്ചിലാണ് മതി. ഞങ്ങൾ ഡോക്ടറെ പോട്ടധന്യ ആസ്പത്രിയിൽ അവിടെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ സർജൻ ഡോക്ടറെ അടുത്തേക്ക് തന്നു, സർജനെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇത് തൈറോയിഡിൻ്റെയാണ്, തൈറോയിഡിൽ പെട്ടതാണ്, തൈറോയിഡാണ് ഇത് നിങ്ങൾ ഓപ്പറേഷൻ കൂടാണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഒരു ചെറുനാരങ്ങയുടെ അത്ര വലിപ്പം ഉണ്ടായിരുന്നു, കഷ്ടി ഏകദേശം അത്രയ്ക്ക് ഉണ്ടായിരുന്നു മുഴ. അവനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പം ഞങ്ങൾ ചീത്ത പറയും, നീ എന്താ ഭക്ഷണം കഴിക്കാത്ത, നീ എനിക്ക് കുറുമ്പാണ് നിൻ്റെ എന്ന് പറഞ്ഞ് കഴിക്കാം. അപ്പം എനിക്കിങ്ങനെ ഇറങ്ങണില്ല അമ്മ, എവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. ഈ മുഴ വന്ന് ചെറുതായി കണ്ടു, പിന്നെ ഈ നാരങ്ങയുടെ വലുപ്പമായപ്പോഴാണ് വിചാരിക്കുന്നത് ഇത് മുന്നുള്ളിൽ ഡോക്ടർ പറഞ്ഞു മുന്നുള്ളിലായിരുന്നു മുഴ, അത് പുറത്തേക്ക് ഇപ്പോൾ വന്നേക്കണതാണ്. അതുകൊണ്ടാണ് ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ പ്രയാസപ്പെട്ടതും പിന്നെ വെള്ളം കുടിക്കുമ്പോൾ അവന് ഭയങ്കര പ്രയാസം ഉണ്ടായത്. അത് മുന്നുള്ളിലായിരുന്നു, അതിപ്പോൾ പുറത്തേക്ക് വന്നതാണെന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞു ഇവള് കൊണ്ട് കാണിച്ചപ്പോൾ. അപ്പോഴാണ് അറിയുന്നത് ഭക്ഷണം കഴിക്കാത്ത കാര്യം ഇതുകൊണ്ടായിരുന്നു എന്നുള്ളത്. സൂത്രമല്ല, അവന് ഈ മുഴ ഉള്ളിൽ മുന്നേ ഉള്ളതാ കാരണം കൊണ്ടാണെന്നുള്ളത്. ഭക്ഷണം കഴിക്കാൻ വളരെ വിഷമിച്ചിരുന്ന ജുവലിൻ്റെ ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കിയില്ല. എല്ലാവരും അവനെ ശാസിച്ചു. പക്ഷേ ഏവുപ്രാസ്യമ്മയ്ക്ക് ജുവൽ മോനെ കൈവെടിയാനാകില്ലായിരുന്നു. അത്രയും ഹൃദയസ്പർശിയായിരുന്നു ആ കുടുംബത്തിൻ്റെ രോദനം. അവിടുന്ന് ഡോക്ടർ പറഞ്ഞതിന് ഓപ്പറേഷൻ കൂടാതെ ഇതിന് യാതൊരു ഇതില്ല, പോംവഴിയില്ല, നിങ്ങളിത് ഇവിടെ ചെയ്യില്ല എന്ന് വെച്ചാൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും ശ്വസിക്കുന്നതൊക്കെ ഈ തൊണ്ടയിൽ കൂടിയായ കാരണം കൊണ്ട് കുട്ടികളെ ഒരു വലിയൊരു ആസ്പത്രിയിൽ കൊണ്ടുപോയി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്ന് ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞേക്കണേ ജുവലിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പൈസയുടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട വന്ന വെക്കേഷൻ ആവട്ടെ ചെയ്യാം, സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. അപ്പോൾ മാർച്ച് മാസം ആവട്ടെ അല്ലെങ്കിൽ ഏപ്രിലാവട്ടെ ചെയ്യാനായിട്ട്, അപ്പോഴേക്കും പൈസയുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് അപ്പോൾ ചെയ്യാം എന്നുള്ള. അപ്പോൾ ഇങ്ങനെ അമ്മോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യറീനെ പ്രസേവനെ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, അപ്പോൾ നീ പ്രസേവൻ്റെ അടുത്ത് പ്രാർത്ഥിക്ക്, നല്ലോണം പ്രാർത്ഥിക്ക്, അപ്പോൾ നിനക്കിങ്ങനെ രോഗശാന്തി മകന് മാറ്റിത്തരും. ആ അവസരത്തിൽ തന്നെ ഞാൻ പ്രസേവമ്മയുടെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പേപ്പറിൽ വായിച്ചത്. ഡോക്ടർ പറഞ്ഞത് എല്ലാ ഞരമ്പുകളും ഇടിച്ച് ചെയ്യുമ്പോൾ ശബ്ദത്തിനൊക്കെ എന്തെങ്കിലും തകരാറ് വരില്ലെന്ന് അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പലർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ വിഷമിച്ച് കരഞ്ഞങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യുക, പ്രസേമയുടെ പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്, മോള് പ്രസേമയോട് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അന്ന് ഒടുങ്ങി കിടാവിനെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു. ഞാനും വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിലെല്ലാവരും ഞങ്ങളിങ്ങനെ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, അവനെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മുഴ അങ്ങനെ ചെറുതായി, ഇവിടെ അങ്ങനെ ഒരുവിധം വലിയ മുഴയല്ല, അതൊന്ന് ചെറുതായി കഴിഞ്ഞ് പിന്നെ അത് ഞാൻ അമ്മയുടെ അടുത്ത് അപ്പോഴേക്ക് ഓടിച്ചത് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയെ നോക്കി ഇങ്ങനെ മുഴയൊക്കെ ഇങ്ങനെ ചെറുതായില്ല. അപ്പം പറഞ്ഞു, നീ നല്ലോണം പ്രാർത്ഥിക്കറീനെ, ഒന്നുകൂടിയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഈ മുഴ ഇങ്ങനെ ചെറുതായി മുഴ ഒട്ടും ഇല്ലാതെയായി. ഞങ്ങളപ്പോൾ പിന്നെ വീണ്ടും ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുമല്ലോ, ഇതെങ്ങനെ ഈ മുഴ മാറിയേ നിങ്ങളുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പ്രസേമയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അപ്പോൾ അങ്ങനെയാണ് മാറിയതെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഇറുക്കി പിടിച്ച് ഇറക്കലോ അങ്ങനെ യാതൊരു കുഴപ്പമില്ല. ഭക്ഷണം എല്ലാം കഴിക്കും, ചോറും വെള്ളമൊക്കെ പാകത്തിന് പോലെ കുടിക്കും.
യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ അങ്ങനെ പ്രസവയുടെ മധ്യസ്ഥം കൊണ്ട് മാറിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.